വിവിധ ആവശ്യങ്ങൾ, അതായത് രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങൾ, ചരക്കുകൾ കൊണ്ടുപോകൽ, സൈനിക പ്രവർത്തനങ്ങൾ, രക്ഷാപ്രവർത്തനങ്ങൾ എന്നിവയ്ക്കായി ഉപയോഗിക്കുന്ന ഏറ്റവും ഫലപ്രദമായ ഉപകരണമാണ് ഇന്ന് ഹെലികോപ്റ്ററുകൾ. ഇന്ന് 30ഓളം വ്യത്യസ്ത ആക്രമണ ഹെലികോപ്റ്ററുകൾ ലോകത്ത് സജീവമായി പ്രവർത്തിക്കുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിലെ ആദ്യ നിമിഷം മുതൽ ഇന്നത്തെ നിമിഷം വരെ മികച്ച ഹെലികോപ്റ്ററുകൾ യുദ്ധക്കളത്തിലെ സംഭവങ്ങളുടെ ഗതി മാറ്റാൻ സഹായിച്ചിട്ടുണ്ട്. കൊറിയൻ യുദ്ധ സമയത്ത് ആദ്യമായി സൈനിക നടപടികളിൽ പങ്കെടുത്ത ആക്രമണ ഹെലികോപ്റ്ററുകൾ യുദ്ധത്തിന്റെ തന്ത്രങ്ങളെ സാരമായി സ്വാധീനിച്ചു. അങ്ങനെ വികസിത രാജ്യങ്ങളിലെ എല്ലാ സൈന്യങ്ങളും ആക്രമണ ഹെലികോപ്റ്ററുകൾ ഉപയോഗിക്കാൻ തുടങ്ങി. ഇന്നത്തെ വീഡിയോയിൽ ലോകത്തിലെ ഏറ്റവും മികച്ച 10 ആക്രമണ ഹെലികോപ്റ്ററുകൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. ഒന്നാമതായി AH-64 അപ്പാച്ചെ ഹെലികോപ്റ്റർ. അമേരിക്കൻ കമ്പനിയായ ബോയിങ് ആണ് അപ്പാച്ചെ ഹെലികോപ്റ്ററുകളുടെ നിർമ്മാതാക്കൾ. പേർഷ്യൻ ഗൾഫിലെ യുദ്ധസമയത്ത് ബോയിങ് AH-64D അപ്പാച്ചെ ലോങ്ബോ ഹെലികോപ്റ്ററുകൾ ടാങ്കുകൾക്കെതിരായ ഏറ്റവും ശക്തമായ ആയുധമായി അംഗീകരിക്കപ്പെട്ടു. ഈ ഹെലികോപ്റ്ററിന്റെ ഏറ്റവും പുതിയ മോഡലായ AH-64E അപ്പാച്ചെ ഗാർഡിയനിൽ 30mm M230 പീരങ്കി, 16 AGM-114L ഹെൽഫെയർ 2 ആന്റി ടാങ്ക് മിസൈലുകൾ, 4 എയർ ടു എയർ മിസൈലുകൾ, ഒരു ജോഡി ആന്റി റഡാർ മിസൈലുകൾ എന്നിവ ഉൾപ്പെടുന്നു. ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായും കരുത്തു തെളിയിച്ച ഹെലികോപ്റ്ററാണ് AH-64 അപ്പാച്ചെ. അമേരിക്ക ഉൾപ്പെടെ 26 രാജ്യങ്ങളുടെ കൈവശമാണ് നിലവിൽ അപ്പാച്ചെ ഹെലികോപ്റ്റർ ഉള്ളത്. 2009 താലിബാൻ തീവ്രവാദികൾക്കെതിരായി അമേരിക്ക നടത്തിയ മിലിറ്ററി ഓപ്പറേഷനിൽ ഇരുട്ടിന്റെ മറവിൽ സുരക്ഷിതരെന്ന് കരുതിയ തീവ്രവാദികളെ നിമിഷനേരം കൊണ്ടാണ് അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ ചാരമാക്കിയത്. ഇന്ത്യൻ അതിർത്തികളിൽ ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്ത് വർദ്ധിപ്പിക്കുന്നതിൽ ഒരു പ്രധാന ഘടകം തന്നെയാണ് അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ. രണ്ടാമതായി MI-24 അറ്റാക്ക് ഹെലികോപ്റ്റർ. ലോകമെമ്പാടുമുള്ള ഏറ്റവും പ്രചാരമുള്ളതും ആവശ്യപ്പെടുന്നതുമായ ഹെലികോപ്റ്ററുകളിൽ ഒന്നാണ് റഷ്യയുടെ MI-24. ഇത് നിലവിൽ ലോകത്തിലെ 50 രാജ്യങ്ങളിലെ വ്യോമസേനയിൽ വിജയകരമായി പ്രവർത്തിച്ചു പോരുന്നു. 1991 MI-24ന്റെ ഉൽപാദനം നിർത്തിവെച്ചിട്ടും അതിന്റെ ജനപ്രീതിയും ആധുനികതയും ഇന്നും കുറയുന്നില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ ഒരു ഹെലികോപ്റ്ററായാണ് ഇതിനെ ഇപ്പോഴും കണക്കാക്കപ്പെടുന്നത്. 23 മില്ലിമീറ്റർ ഇരട്ട ബാരൽ പീരങ്കിയും ടാങ്ക് വിരുദ്ധ മിസൈലുകളായ സ്തൂരം, ഫാലിങ്സ് എന്നിവയും ഈ മോഡലിൽ സജ്ജീകരിച്ചിരിക്കുന്നു. ഈ സജ്ജീകരണങ്ങൾ ഈ ഹെലികോപ്റ്ററിനെ അതിമാരകമാക്കി മാറ്റുന്നു. മൂന്നാമതായി അഗസ്ത A-129 മംഗുസ്ത ഹെലികോപ്റ്റർ. പടിഞ്ഞാറൻ യൂറോപ്പിൽ നിർമ്മിക്കുന്ന ആദ്യത്തെ പ്രത്യേക ഉദ്ദേശ ആക്രമണ ഹെലികോപ്റ്ററാണിത്. മിസൈൽ ആക്രമണത്തെ ചെറുക്കുന്നതിനായി ഇരട്ട സീറ്റർ, ഇരട്ട എഞ്ചിൻ കൊളോസസ് ഇവയിൽ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. 22 മില്ലിമീറ്റർ പീരങ്കി, 52 മില്ലിമീറ്റർ മെഡൂസ മിസൈലുകൾ, 8 ടൗ-2A ആന്റി ടാങ്ക് മിസൈലുകൾ എന്നിവ ഈ ഹെലികോപ്റ്റർ ഉൾക്കൊള്ളുന്നു. 2007 A-129 ഇന്റർനാഷണലിന്റെ പേര് AW-129 എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. സായുധ നിരീക്ഷണം, ചാരപ്രവർത്തനം, ഉയർന്ന മൂല്യമുള്ള ഗ്രൗണ്ട് ടാർഗറ്റ് എൻഗേജ്മെന്റ്, എസ്കോട്ട്, ഫയർ സപ്പോർട്ട്, എയർ ഭീഷണി തടയൽ എന്നിവയ്ക്കുള്ള മൾട്ടി റോൾ ഹെലികോപ്റ്ററാണ് AW-129 എന്നത്. നാലാമതായി ഡെനൽ AH-2 റൂവാക്ക് ഹെലികോപ്റ്റർ. ദക്ഷിണാഫ്രിക്കൻ ഡെനൽ ഏവിയേഷൻ അവതരിപ്പിച്ച ഏറ്റവും പുതിയ തലമുറ ഹെലികോപ്റ്ററാണിത്. ഈ ഹെലികോപ്റ്ററിൽ ഒരു ടാൻഡം കോക്പിറ്റ് ലേഔട്ട്, പോർട്ട് ടെയിൽ പ്ലെയിനൊപ്പം സ്റ്റാൻഡേർഡ് ടെയിൽ റോട്ടർ, കോക്പിറ്റിന് മുകളിലും താഴെയുമായി വയർ കട്ടറുകളുള്ള ഒരു നിശ്ചിത വീൽഡ് അണ്ടർ ക്യാരിയേജ് എന്നിവ ഉൾപ്പെടുന്നു. അടിസ്ഥാന മോഡലിന് 20mm പീരങ്കി, 4 ഡെനൽ Z6 മോക്കപ്പ് ലോഞ്ചറുകൾ അല്ലെങ്കിൽ ടൗ ആന്റി ടാങ്ക് മിസൈലുകൾ, MBD എയർ ടു എയർ മിസൈലുകൾ, റോക്കറ്റ് ലോഞ്ചറുകൾ എന്നിവയുണ്ട്. കുറഞ്ഞ റഡാർ, വിഷ്വൽ, ഇൻഫ്രാറെഡ്, അക്കോസ്റ്റിക് സിഗ്നേച്ചറുകളുള്ള സ്റ്റെൽത്തിനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഹെലികോപ്റ്ററാണ് റൂവാക്ക് എന്നത്. വ്യോമാക്രമണം, ഹെലിബോൺ എസ്കോട്ട്, ക്ലോസ് എയർ സപ്പോർട്ട്, ആഴത്തിലുള്ള നുഴഞ്ഞുകയറ്റം, കവചവിരുദ്ധാക്രമണങ്ങൾ എന്നിവ മികച്ച രീതിയിൽ ചെയ്യാൻ കഴിയുന്ന AH-2 റൂവാക്ക് ഒരു മൾട്ടി റോൾ ആക്രമണ ഹെലികോപ്റ്ററാണ്. അഞ്ചാമതായി Z-10 അറ്റാക്ക് ഹെലികോപ്റ്റർ. പീപ്പിൾസ് ലിബറേഷൻ ആർമിക്കായി ഷാങ്ഹായ് എയർക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് ഗ്രൂപ്പും ചൈനീസ് ഹെലികോപ്റ്റർ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടും ചേർന്നാണ് Z-10 ആക്രമണ ഹെലികോപ്റ്റർ വികസിപ്പിച്ചെടുത്തത്. Z-10 ആക്രമണ ഹെലികോപ്റ്റർ പ്രാഥമികമായി ആന്റി ആർമർ ദൗത്യങ്ങളിലും യുദ്ധഭൂമിയിലെ ഇന്റർഡിക്ഷൻ ദൗത്യങ്ങളിലുമാണ് വിന്യസിക്കുന്നത്. ഈ ഹെലികോപ്റ്റർ AH-2 റൂവാക്ക്, A-129 മംഗുസ്ത എന്നിവയുടെ അതേ ക്ലാസ്സിലെ അംഗമാണെന്നാണ് ചൈന അവകാശപ്പെടുന്നത്. പരിമിതമായ എയർ ടു എയർ പോരാട്ട പ്രവർത്തനങ്ങൾ നടത്താനും ഈ ഹെലികോപ്റ്ററിന് കഴിയും. സ്റ്റെപ്ഡ് ടാൻഡം കോക്പിറ്റുകളും ഇടുങ്ങിയ ഫ്യൂസലേജുമുള്ള ക്ലാസിക് കോൺഫിഗറേഷൻ ഈ യൂണിറ്റിനുണ്ട്. 30mm പീരങ്കി, HJ-10, HJ-9 ആന്റി ടാങ്ക് മിസൈലുകൾ, 4 അൺഗൈഡഡ് റോക്കറ്റുകൾ, എയർ ടു എയർ മിസൈലുകൾ എന്നിവ ഇവയുടെ യുദ്ധഘടകത്തിൽ ഉൾപ്പെടുന്നു. ആറാമതായി യൂറോകോപ്റ്റർ ടൈഗർ. ജർമ്മൻ, ഫ്രഞ്ച് വ്യോമസേന ഉപയോഗിക്കുന്ന ഏറ്റവും മികച്ച ഹെലികോപ്റ്ററുകളിൽ ഒന്നാണിത്. ഈ ഇരട്ട എഞ്ചിൻ 4 ബ്ലേഡ് യൂണിറ്റ് 2003 ആദ്യമായി കണ്ടത് ഇടത്തരം ഡ്യൂട്ടി ഹെലികോപ്റ്ററുകളുടെ ക്ലാസ്സിലാണ്. 8 ആന്റി ടാങ്ക് മിസൈലുകൾ, 30mm പീരങ്കി, 4 എയർ ടു എയർ മിസൈലുകൾ, 68 അൺഗൈഡഡ് റോക്കറ്റുകൾ, മെഷീൻ ഗൺ എന്നിവ ഈ ഹെലികോപ്റ്ററിൽ സജ്ജീകരിച്ചിരിക്കുന്നു.
റോൾസ് റോയ്സ് ഇരട്ട എഞ്ചിൻ ഹെലികോപ്റ്ററായ ടൈഗറിൽ EWS ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ട്, റഡാർ വാണിംഗ് റിസീവർ, ലേസർ വാണിംഗ്, മിസൈൽ ലോഞ്ച് ഡിറ്റക്ടർ എന്നിവ ഉണ്ടായിരിക്കും. കൂടാതെ ടൈഗർ ഹെലികോപ്റ്ററുകൾ ഫ്രഞ്ച് നാവികസേനയുടെ ട്രാൻസ്പോർട്ട് വെസലുകളിൽ നിന്നും വിമാനവാഹിനി കപ്പലുകളിൽ നിന്നും പ്രവർത്തിപ്പിക്കാൻ കഴിയും. ഏഴാമതായി Mi-28 നൈറ്റ് ഹണ്ടർ ഹെലികോപ്റ്റർ. 2 പൈലറ്റുമാർക്കായി രൂപകൽപ്പന ചെയ്ത റഷ്യൻ നിർമ്മിത കവചിത ഹെലികോപ്റ്ററാണ് Mi-28. ലോകത്തിലെ ഏറ്റവും നൂതനമായ ടാങ്ക് വിരുദ്ധ ഹെലികോപ്റ്ററുകളിൽ ഒന്നുകൂടിയാണിത്. Mi-28 2006 റഷ്യൻ സേനയിലെത്തുന്നത്. മണിക്കൂറിൽ 320 കിലോമീറ്ററാണ് ഇതിന്റെ പരമാവധി വേഗത. 16 ഗൈഡഡ് ആന്റി ടാങ്ക് മിസൈലുകൾ, 30mm പീരങ്കി, 10 S-13 റോക്കറ്റുകൾ എന്നിവ ഈ ഹെലികോപ്റ്ററിൽ സജ്ജീകരിച്ചിരിക്കുന്നു. കൂടാതെ ടോപ്പ് മൗണ്ടഡ് മില്ലിമീറ്റർ വേവ് റഡാർ, തെർമോഗ്രാഫിക് ക്യാമറ, TV, ലേസർ റേഞ്ച് ഫൈൻഡർ എന്നിവയും ഇവയിൽ ഘടിപ്പിച്ചിരിക്കുന്നു. ഇവയുടെ പ്രധാന പ്രത്യേകത ഇവയിൽ സംയോജിപ്പിച്ചിരിക്കുന്ന നൂതന ഇന്റഗ്രേറ്റഡ് ഇലക്ട്രോണിക് കോമ്പാറ്റ് സിസ്റ്റമാണ്. കൂടാതെ രാത്രി യുദ്ധത്തിനായി ക്രൂവിന് നൈറ്റ് വിഷൻ ഗോഗിളുകളും ഉണ്ടായിരിക്കും. എട്ടാമതായി Ka-52 അലിഗേറ്റർ. റഷ്യയുടെ തന്നെ Ka-50 ഹെലികോപ്റ്ററിന്റെ മെച്ചപ്പെടുത്തിയ പതിപ്പാണ് Ka-52 അലിഗേറ്റർ എന്നത്. കൂടാതെ വേഗതയേറിയതും ആധുനികവുമായ ഹെലികോപ്റ്ററുകളിൽ ഒന്നുകൂടിയാണിത്. ഇത് വളരെ ശക്തവും വൈവിധ്യപൂർണവും നിലവിലുള്ളതിൽ ഏറ്റവും മാനുവറബിലിറ്റി ഉള്ളതുമായ ഹെലികോപ്റ്ററുകളിൽ ഒന്നാണ്. അതുപോലെ തന്നെ ഇത് രാത്രിയും പകലും ഒരുപോലെ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നവയുമാണ്. 460 റൗണ്ടുകൾ ഉതിർക്കാൻ കഴിയുന്ന 30mm പീരങ്കിയും 4 എയർ ടു എയർ മിസൈലുകളും 12 ആന്റി ടാങ്ക് മിസൈലുകളും അലിഗേറ്ററിൽ സജ്ജീകരിച്ചിരിക്കുന്നു. കവചിതവും കവചിതമല്ലാത്തതുമായ ഗ്രൗണ്ട് ടാർഗറ്റുകളെയും കുറഞ്ഞ വേഗതയുള്ള എയർ ടാർഗറ്റുകളെയും ആക്രമിക്കുന്നതിനാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 2 സീറ്റ് സൈഡ് ബൈ സൈഡ് കോക്പിറ്റും നോസ് മൗണ്ടഡ് റാഡൂമും ഉള്ള ഒരു അത്യാധുനിക ഹെലികോപ്റ്റർ തന്നെയാണ് Ka-52 അലിഗേറ്റർ. ഒൻപതാമതായി ബെൽ AH-1Z വൈപ്പർ. സാങ്കേതിക കാഴ്ചപ്പാടിൽ ഇത് ഏറ്റവും അനുയോജ്യമായ ഹെലികോപ്റ്ററുകളിലൊന്നാണ്. പൂർണ്ണമായും സംയോജിപ്പിച്ച എയർ ടു എയർ മിസൈൽ സംവിധാനമുള്ള ലോകമെമ്പാടുമുള്ള ഏക കോമ്പാറ്റ് ഹെലികോപ്റ്റർ കൂടിയാണിത്. കൂടാതെ 750 റൗണ്ടുകൾക്കായി 20mm ട്രിപ്പിൾ ബാരൽ പീരങ്കി, കപ്പൽ വിരുദ്ധ ടാങ്ക് വിരുദ്ധ മിസൈലുകൾ, ബോംബുകൾ, അൺഗൈഡഡ് റോക്കറ്റുകൾ എന്നിവ വൈപ്പറിലുണ്ട്. ലോക്ഹിഡ് മാർട്ടിൻ ഫയർ കൺട്രോൾ സിസ്റ്റം, തെയിൽസ് ടോപ്പ് പോൾ ഹെൽമറ്റ് മൗണ്ടഡ് സൈറ്റ് ആൻഡ് ഡിസ്പ്ലേ സിസ്റ്റം, AN/ARC-210 ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, റൈത്തിയോൺ AN/APX100 ഐഡന്റിഫിക്കേഷൻ ഫ്രണ്ട് ഡോർ ഫോർ ട്രാൻസ്പോണ്ടർ എന്നിവ ഇവയിൽ സംയോജിപ്പിച്ചിരിക്കുന്നു. കൂടാതെ റഡാർ മുന്നറിയിപ്പ് റിസീവർ, മിസൈൽ മുന്നറിയിപ്പ് സിസ്റ്റം, ലേസർ മുന്നറിയിപ്പ് സിസ്റ്റം, എയർബോൺ കൗണ്ടർ മെഷറുകൾ, ഡിസ്പെൻസർ സിസ്റ്റം എന്നിവ പ്രധാന സവിശേഷതകളിൽ ഉൾപ്പെടുന്നു. പത്താമതായി T-129 അറ്റാക്ക് ഹെലികോപ്റ്റർ. ടർക്കിഷ് ലാൻഡ് ഫോഴ്സ് കമാൻഡിനായി അഗസ്ത വെസ്റ്റ്ലാൻഡും ടർക്കിഷ് എയറോസ്പേസ് ഇൻഡസ്ട്രീസും സംയുക്തമായി വികസിപ്പിച്ചതാണ് T-129 മൾട്ടി റോൾ അറ്റാക്ക് ഹെലികോപ്റ്റർ. 5 ബ്ലേഡുള്ള പ്രധാന റോട്ടറിൽ ഘടിപ്പിച്ചിരിക്കുന്ന അലൂമിനിയം അലോയ് ഫ്രെയിം, 2 ബ്ലേഡുള്ള ടെയിൽ റോട്ടർ, വീൽഡ് ലാൻഡിംഗ് ഗിയർ എന്നിവയാണ് T-129 സവിശേഷതകൾ. ചൂടുള്ള സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന T-129 ആക്രമണം, രഹസ്യാന്വേഷണം, പ്രതിരോധ ദൗത്യങ്ങൾ എന്നിവയുൾപ്പെടെ നിരവധി പ്രവർത്തനങ്ങളിൽ വിന്യസിക്കാൻ കഴിയും. 20mm 3 ബാരൽ ഗൺ സിസ്റ്റം, ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈലുകൾ, എയർ ടു എയർ മിസൈലുകൾ, 70mm ഗൈഡഡ് റോക്കറ്റുകൾ എന്നിവയും ഈ ഹെലികോപ്റ്ററിൽ സംയോജിപ്പിച്ചിരിക്കുന്നു. മിസൈൽ വാണിംഗ് സിസ്റ്റം, ലേസർ വാണിംഗ് സിസ്റ്റം, റേഡിയോ ഫ്രീക്വൻസി ജാമർ, റഡാർ വാണിംഗ് റിസീവർ, ഇൻഫ്രാറെഡ് കൗണ്ടർ മിഷറുകൾ എന്നിവയും മറ്റു പ്രത്യേകതകളാണ്.